US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമിത തിരുവയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് കാനഡ. 107 ബില്യൺ US ഏകദേശം 9.34 ലക്ഷം കോടി രൂപ US ഉൽപ്പന്നങ്ങൾക്ക് പകരത്തിനു പകരം തീരുവ ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. അയൽ രാജ്യങ്ങൾക്കുള്ള അമിത തീരുവയിൽ US പിന്മാറില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനോടെയാണ് ശക്തമായ നീക്കവുമായി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിയിരിക്കുന്നത്. യുഎസിന്റെ പുതിയ വ്യാപാര നടപടികൾ പിൻവലിക്കുന്നവരെ തങ്ങളുടെ തീരുവ നിലനിൽക്കും, ട്രൂഡോ പറഞ്ഞു. ട്രംപ് ഭരണകൂടം അമിത തീരുവ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ചൊവ്വാഴ്ച മുതൽ 3000 കോടി കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന US ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രൂഡോ പറഞ്ഞതായി വാർത്താ ഏജന്റായ റോയിട്ടേഴ്സ് അറിയിച്ചു. 12,500 കോടി കനേഡിയൻ ഡോളറിന്റെ US ഉൽപ്പന്നങ്ങൾക്ക് പകരത്തിനു പകരം ചുമത്തുന്ന ശേഷിക്കുന്ന താരിഫിൽ 21 ദിവസത്തിനുള്ളിൽ ഈടാക്കുമെന്നും ട്രൂഡോ വ്യക്തമാക്കി. US വ്യാപാര നടപടി പിൻവലിക്കുന്നവരെ തങ്ങളുടെ തീരുവകൾ നിലനിൽക്കൂ. US തീരുവ അവസാനിപ്പിച്ചില്ലെങ്കിൽ മറ്റു തീരുവ ഇതര നടപടികളുമായി മുന്നോട്ടു പോകും. ഇതിനായി വിവിധ പ്രവിശ്യകളുമായി സജീവ ചർച്ചകൾ നടത്താനിരിക്കുകയാണ് ട്രൂഡോ. US താരിഫ് പ്രഹരത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണെന്നും മറ്റൊരു വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയും അറിയിച്ചു. US അമിത തീരുവ പദ്ധതികളുമായി മുന്നോട്ടു പോയാൽ ബാക്കപ്പ് പദ്ധതികളുണ്ടാക്കുമെന്നും കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതെ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബൗ പറഞ്ഞു. ഞങ്ങൾക്ക് പ്ലാൻ B, C, D എന്നിവയുണ്ട്. അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയാൻ കനേഡിയൻ മെക്സിക്കോയും വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് ട്രംപ് കനേഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചു. ഫെബ്രുവരിയിൽ താരിഫ് ചുമത്തേണ്ടതായിരുന്നുവെങ്കിലും മാർച്ച് 4 വരെ ഒരു മാസത്തേക്ക് അവ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ചുമത്തിയ തീരുവകൾ ഒഴിവാക്കാനാവില്ലെന്ന് ട്രംപ് പറഞ്ഞത്. തീരുവകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കാനുള്ള കരാറിന്റെ സാധ്യതയെക്കുറിച്ചും ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം. നേരത്തെ തീരുമാനിച്ച പോലെ തീരുവകൾ മാർച്ച് 4 പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി.